Hello, welcome back to my channel Art Zera DIY. നമുക്ക് എങ്ങനെയാണ് ഹാർലി ഡേവിഡ്സൺ മോഡലുള്ള ഒരു അടിപൊളി ബൈക്ക് ഉണ്ടാക്കാൻ നോക്കാം. So let's go to the video. അപ്പോൾ ഈ അടിപൊളി ബൈക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ മെയിൻ സാധനം കുറച്ച് പേപ്പറാണ് ആൻഡ് പശ. ഇത് രണ്ടുമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. പിന്നെ അതിനെ കളർ ചെയ്യാനൊക്കെ വേണ്ടി കുറച്ച് ബ്ലാക്ക് കളർ ആൻഡ് ഒരു മെറ്റാലിക് ഷെയ്ഡിലുള്ള ഏതെങ്കിലും ഒരു ഗോൾഡോ സിൽവറോ ഏതെങ്കിലും ഒരു കളർ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പേപ്പർ കുറച്ച് നീളത്തിന് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് കുറച്ച് തിക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫിഗർ എടുക്കുക. ദെൻ അതിനെ വെച്ചിട്ട് നമ്മൾ അതിങ്ങനെ ചുറ്റി കൊടുക്കാം. റോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനെ ഇതിൽ പച്ച തേച്ച് ഒട്ടിച്ച് കൊടുക്കുക. സോ അത് പിന്നെ ഇളകി പോത്തൊന്നുമില്ല. ആൻഡ് അത് റോൾ ചെയ്തതിന് ശേഷം നമ്മൾ റോൾ ചെയ്ത് യൂസ് ചെയ്ത സാധനം അതിനകത്ത് നൂറിയെടുക്കുക. സോ നമുക്കിങ്ങനെ ഒരു ഫിഗർ കിട്ടും. ഒരു ഹോളോ ഷേപ്പിലുള്ള ഫിഗർ ആയിരിക്കും നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. ഈ ഹോളോ ആയിട്ടുള്ള നമുക്കിത് ഫ്ലാറ്റ് ആയിട്ടാണ് വേണ്ടത്. സോ ഇത്തിരി വെയിറ്റ് ഉള്ള എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് അതിൻ്റെ മേലിലൊന്ന് സ്വൈപ്പ് ചെയ്യുക. അപ്പോൾ അത് ഫ്ലാറ്റ് ആവും. ദെൻ അതുപോലത്തെ കുറച്ചധികം ഷേപ്സ് ഉണ്ടാക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു പേപ്പർ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ബൈക്കിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാം. സോ ഒരു സൈഡിൽ നിന്ന് ഞാനിപ്പോൾ കാണിക്കുന്ന രീതിക്ക് നല്ല ടൈറ്റായിട്ട് നമ്മളതിനെ പതുക്കെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. സോ ഇപ്പോൾ കാണിക്കുന്ന രീതിക്ക് നല്ല ടൈറ്റായിട്ട് ലൂസായി പോകാണ്ട് നല്ല ടൈറ്റായിട്ട് നമ്മളതിനിങ്ങനെ ചുറ്റി കൊടുക്കുക. നേരത്തെ നമ്മൾ എങ്ങനെയാണ് ഒരു റോള് തീർന്നപ്പോൾ പശ തേച്ച് ഒട്ടിച്ച് കൊടുത്തത് അതേ രീതിക്ക് അത് ഇളകി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് കഴിയുമ്പോൾ അതിൻ്റെ ചുറ്റും പശ തേച്ച് ഒട്ടിക്കുക. എന്നിട്ട് അടുത്ത പേപ്പർ നമ്മൾ ഫ്ലാറ്റാക്കി വെച്ചേക്കുന്ന അടുത്ത പേപ്പർ എടുത്തിട്ട് അതേപോലെ തന്നെ ചുറ്റി കൊടുക്കുക. അതുപോലത്തെ ഒരു 2-3 റോൾ എടുത്തിട്ട് ഞാൻ അത്യാവശ്യം എനിക്ക് വേണ്ട ബൈക്കിൻ്റെ വീലിൻ്റെ വലിപ്പത്തിൽ ഞാനൊരു 3 സെറ്റ് റൗണ്ട് ചുറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ബൈക്കിൻ്റെ വീൽസ് ആയിട്ടാണ് എടുത്തത്. സോ അതിൽ 3 എണ്ണം വേണം. ആൻഡ് അഗെയിൻ അടുത്ത പോർഷൻ എടുക്കുകയാണ്. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ബൈക്കിൻ്റെ ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ ടാങ്കാണ്. സോ അതിന് വേണ്ടിയിട്ട് കുറച്ച് വീതിക്ക് നേരത്തെ നമ്മൾ ഭയങ്കര റൗണ്ട് ലൈക്കായിരുന്നു ഷേപ്പ് ഉണ്ടാക്കിയത്. ഇത് കുറച്ച് വീതിക്ക് നമ്മൾ ആ സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തിട്ട് ഒരു ഷേപ്പ് ഉണ്ടാക്കാം. ഇപ്പോൾ കാണിക്കുന്ന പോലെ കുറച്ച് ലെങ്തിൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ. സോ അതുപോലത്തെയും ഒരു 3 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബൈക്കിൻ്റെ ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ ടാങ്കിന് എത്ര വോളിയം കൊടുക്കണോ അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ നമ്പർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ 3 എണ്ണം എടുത്തു. ആൻഡ് അതിൻ്റെ ഒരു എൻഡിൽ ഞാൻ പതുക്കെ ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. സോ നമുക്ക് ആ ഒരു ഷേപ്പ് അങ്ങനെ തന്നെ കിട്ടും. ആൻഡ് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ കുറച്ച് ചെറിയ പീസസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ എൻജിനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. നേരത്തെ ബൈക്കിൻ്റെ വീൽസ് ഉണ്ടാക്കാൻ എടുത്ത സെയിം പ്രോസസ്സ് തന്നെയാണ്. ആൻഡ് അടുത്ത പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ടാങ്കിനെയും എൻജിനെയും കണക്ട് ചെയ്തുകൊണ്ടുള്ളൊരു പീസ് വെക്കാനായിട്ടാണ് അടുത്തൊരു പീസ്. അതും കുറച്ച് കട്ടിക്ക് കുറച്ച് ലെങ്തിൽ ഇപ്പോൾ കാണുന്നൊരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുക. ദെൻ നമ്മുടെ വീലിനെക്കാളും കുറച്ചും കൂടെ വലിപ്പമുള്ള ഏതെങ്കിലും ഒരു ഫിഗർ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ സെലോ ടേപ്പിൻ്റെ ആ ഒരു ട്യൂബ് എടുത്തേക്കുന്നത്. എന്നിട്ട് അതിന് ചുറ്റും നമ്മൾ നേരത്തെ ഫ്ലാറ്റാക്കി വെച്ച പേപ്പർ ചുറ്റി കൊടുക്കുക. നമ്മുടെ ബൈക്കിൻ്റെ വീൽസിൻ്റെ മഡ് ഗാർഡിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഷേപ്പ് ഉണ്ടാക്കുന്നത്. സോ ഇപ്പോൾ കാണുന്ന പോലെ അതിന് കുറച്ചും കൂടെ വലിപ്പമുള്ള ഏതെങ്കിലും ഒരു ഷേപ്പിൽ ചുറ്റിയിട്ട് അതിലൊരു 2-3 റൗണ്ട് ചുറ്റുക. സോ അത് കുറച്ച് അത്യാവശ്യം കട്ടിയിൽ കിട്ടും. ഇപ്പം നമ്മൾ ബൈക്കിൻ്റെ ഓരോരോ പീസസ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ആ പീസസെല്ലാം കണക്ട് ചെയ്യാനായിട്ടുള്ള കണക്റ്റേഴ്സാണ് ഇനി ഉണ്ടാക്കുന്നത്. സോ നല്ല കട്ടി കുറച്ച്, അതായത് നമ്മൾ വീലിന് എടുത്തതിനേക്കാട്ടിലും ബാക്കി ഫിഗർ ഉണ്ടാക്കാൻ എടുത്തതിനേക്കാളിലും കട്ടി കുറഞ്ഞ ഒരു ട്യൂബ് എടുക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് നല്ല കനം കുറഞ്ഞ് കമ്പി വയ്ക്കത്തില്ല അതുപോലെ ആ കട്ടിയിൽ വരുന്ന കുറച്ച് ഫിഗർ ഇതുപോലെ റോൾസ് ഉണ്ടാക്കി വയ്ക്കുക. സോ ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ബൈക്കിൻ്റെ ഫ്രണ്ട് വീൽ ആൻഡ് അതിൻ്റെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച ഏറ്റവും കട്ടി കുറഞ്ഞുള്ള ആ റോൾസ് എടുത്തിട്ട് അതിന് നമുക്ക് എത്ര ലെങ്ത് വേണോ എന്ന് നോക്കിയിട്ട് ആ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെന്നുള്ള 2 പീസ് വേണം. ആ 2 പീസ് നമ്മൾ ആ ഒരു വീലിൻ്റെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് കൊടുക്കുകയാണ്. സോ ഇപ്പോൾ കാണുന്ന രീതിക്ക് നമ്മൾ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലത്ത് പശ തേച്ച് അന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒരു സൈഡ് ഒട്ടിച്ച പോലെ തന്നെ 2 സൈഡ് ഒട്ടിക്കാം. ദെൻ അതിൻ്റെ മഡ് ഗാർഡ് ഒട്ടിക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഷേപ്പ് 2 പീസായിട്ട് കട്ട് ചെയ്യാം. നിങ്ങൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ വീലിൻ്റെ സൈസ് അനുസരിച്ച് ആ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാം മഡ് ഗാർഡിൻ്റെ. എന്നിട്ട് അതിപ്പോൾ കാണുന്ന പോലെ ആ 2 കണക്റ്റേഴ്സിനിടയ്ക്ക് സെറ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നമ്മുടെ ബൈക്കിൻ്റെ രണ്ടാമത്തെ പോർഷൻ നോക്കുകയാണ്, അതായത് അതിൻ്റെ എൻജിനും ബാക്ക് വീൽസും ഒക്കെ വരുന്ന പോർഷൻ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ എങ്ങനെയാണോ ഫിഗറിൽ സെറ്റ് ചെയ്യുന്നത് അതുപോലെ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ടാങ്കും അതിൻ്റെ എൻജിനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഷേപ്സും
ഈ കാണുന്ന രീതിക്ക് ഞാനിപ്പോൾ വെച്ചേക്കുന്ന ഫിഗറിന് നമ്മൾ പരസ്പരം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. സോ ഫൈനലി ആ ഷേപ്സ് ഒട്ടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ കാണുന്ന രീതിക്ക് ഒരു ഫിഗർ കിട്ടും. ആൻഡ് അതിൻ്റെ മേളിൽ നമുക്ക് സീറ്റ് വെക്കാം. സീറ്റും ബാക്ക് വീൽസും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി ആ ഡീസൽ ടാങ്ക് അല്ലെങ്കിൽ പെട്രോൾ ടാങ്ക് ഒട്ടിക്കുമ്പോഴത്തേക്കും അതൊരു 2 പീസ്, നമ്മൾ 3 പീസ് ഉണ്ടാക്കി വെച്ചിരുന്നു. നിങ്ങൾക്ക് എത്ര വോളിയം വേണോ അത്രയും വോളിയത്തിൽ അതിൻ്റെ എത്ര പീസ് എന്ന് വെച്ചാൽ അത്രയും പീസ് നമ്മൾ പരസ്പരം ഒട്ടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 2 പീസ് എടുത്തിട്ടുണ്ട്. സോ അത്രയും വോളിയം മതിയും തോന്നി. ആൻഡ് അതിൻ്റെ മേളിൽ ഓരോരോ പാർട്ടായിട്ട് ഞാൻ നേരത്തെ വെച്ചിരുന്ന അതേ ഷേപ്പിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു സൈഡ് ഒട്ടിച്ച് അല്ലെങ്കിൽ ഒരു ഫിഗർ ഒട്ടിച്ചതിന് ശേഷം അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം അടുത്ത് ഒട്ടിക്കുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഷേപ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വരാണ്ട് നോക്കണം. സോ അതൊക്കെ ഒന്ന് സെറ്റാക്കി ഉണങ്ങാൻ വേണ്ടി വയ്ക്കുക. ആ സമയത്ത് നമ്മുടെ ഫ്രണ്ട് പോർഷനിലേക്ക് വരിക. ഫ്രണ്ട് പോർഷനിൽ നമ്മുടെ ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റിന് വേണ്ടിയിട്ടുള്ളൊരു ഫിഗർ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. സോ അതിൻ്റെ മേലിലാണ് ഞാൻ ഹെഡ്ലൈറ്റ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ അതോടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ സെക്കൻഡ് പോർഷൻ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്, ഉണങ്ങിയിട്ടുണ്ട്. ആൻഡ് അതൊന്നും കൂടെ ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ വെച്ച പോർഷന്, നേരത്തെ ഒട്ടിച്ചു കൊടുത്ത പോർഷന് ചുറ്റും ഒരു പ്രാവശ്യം കൂടെ ഞാനൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള റോള് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് റൗണ്ട് അപ്പ് ചെയ്ത് ടൈറ്റായിട്ട് ഒട്ടിച്ചു കൊടുത്തു. സോ അങ്ങനെ ഒരു എൻവലപ്പും കൂടെ കൊടുക്കുമ്പോഴത്തേക്കും നമുക്കത് പിന്നെ ഇളകി പോകുമെന്നുള്ള പേടി വേണ്ട, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്സ് മാറിപ്പോകുന്നു അങ്ങനെയുള്ള പേടിയൊന്നും വരണ്ട. അപ്പോൾ ഇപ്പോൾ കാണുന്ന രീതി നമ്മൾ ഒട്ടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അതങ്ങനെ തന്നെ സെറ്റായിട്ടിരുന്നോളും. ഇനി അഗൈൻ നമ്മുടെ വീൽസ് എടുക്കുക. വീലാണ് അടുത്ത് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ബാക്ക് വീൽ ആയതുകൊണ്ട് അത് കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കുകയാണ്. അത് 2 എണ്ണം ഒരുമിച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ സെക്കൻഡ് പോർഷന് കുറച്ച് ഫിഗർ അധികം വരുന്നതുകൊണ്ട് അതിന് കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ അതൊന്നും ബാലൻസ് ചെയ്യാനായിട്ടാണ് ബാക്ക് വീൽസ് കുറച്ച് കട്ടിക്ക് വീതിക്ക് എടുത്തത്. നേരത്തെ ഉണ്ടാക്കി വെച്ച കണക്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ബാക്ക് വീൽസും നമ്മുടെ എൻജിൻ പോർഷൻ രണ്ടും കൂടെ പശ തേച്ച് ഒട്ടിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി റൗണ്ടായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കുഞ്ഞ് ഫിഗേഴ്സ് എടുക്കുക. എന്നിട്ട് അത് ഇപ്പോൾ കാണുന്ന പോലെ നമ്മുടെ എൻജിൻ്റെയും വീലിൻ്റെയൊക്കെ ഇടയ്ക്കായിട്ട് ഇപ്പോൾ കാണിക്കുന്ന പൊസിഷനിൽ വയ്ക്കുക. അത് നമ്മുടെ സീറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള 2 സ്ട്രക്ചറാണ്. നേരത്തെ പോലെ ഞാൻ സീറ്റും റോൾ ചെയ്ത് ഫ്ലാറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് കുറച്ചും കൂടെ വീതിക്ക് എടുക്കുക, കാരണം സീറ്റാണല്ലോ. സോ അത് ഇച്ചിരി കട്ടിക്ക് വീതിക്ക് എടുക്കുക. ആ സീറ്റ് ഞാനിപ്പോൾ കാണുന്ന പോലെ ആ ഫിഗറിൻ്റെ മേലിൽ ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു സമയം കൊണ്ട് ഫ്രണ്ട് പോർഷൻ ഏകദേശം സെറ്റായിട്ടുണ്ടായിരിക്കും. സോ ഫ്രണ്ട് പോർഷൻ എടുക്കുക. നമ്മുടെ ഹെഡ്ലൈറ്റ്, നേരത്തെ നമ്മൾ ഹെഡ്ലൈറ്റ് വെക്കാൻ ഉദ്ദേശിച്ച് ഫിഗറിൻ്റെ മേലിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ബൈക്കിൻ്റെ ഹാൻഡിൽസ് വെക്കാം. സോ ഹാൻഡിൽസ് വെക്കാനായിട്ട് വളരെ ചെറിയ രീതിക്ക് ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക. അത് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്ത് അത് ഫ്ലാറ്റൻ ചെയ്തെടുക്കുക. ദെൻ ആ ഒരു ചെറിയ ഷേപ്പ്, ആ ഒരു ചെറിയ സ്ട്രക്ചർ നമ്മുടെ ബൈക്കിൻ്റെ 2 ഹാൻഡിൽസുമായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. സോ ഹാൻഡിലിന് എത്ര ലെങ്ത് ഉണ്ടോ ആ ലെങ്ത് അനുസരിച്ചിട്ട് വളരെ ചെറിയ രീതിക്കൊരു പേപ്പർ മതിയാവും. ആ ഹാൻഡിലിൻ്റെ മേളിൽ വെച്ച് തന്നെ ഇടയ്ക്കിടയ്ക്ക് പശ തേച്ച് അതൊന്ന് ഒട്ടിച്ച് റോൾ ഡൗൺ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫ്രണ്ട് പോർഷന് കുറച്ചും കൂടെ ഒരു എടുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ നമ്മൾ ഈ ഹാൻഡിൽസ് സെപ്പറേറ്റ് ഒട്ടിക്കുന്നത്. അപ്പോൾ 1 സൈഡ് ഒട്ടിച്ചപ്പോൾ തന്നെ 2 സൈഡും അതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ബൈക്കിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഏകദേശം എല്ലാ സെറ്റപ്പും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മഡ് ഗാർഡ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്, ഹാൻഡിൽസ് ഒട്ടിച്ചു. സോ സെക്കൻഡ് പോർഷൻ എടുത്തു. സെക്കൻഡ് പോർഷനിലും ഞാനിപ്പോൾ കാണിക്കുന്ന രീതിക്ക് ബാക്കി ഷേപ്സ് എല്ലാം ഒട്ടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 3 ഷേപ്സാണ് ആ ഒരു എൻജിനായിട്ട് എടുത്തേക്കുന്നത്. പിന്നെ സീറ്റ്, അതിൻ്റെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ടാങ്ക്, അത് കവർ ചെയ്യുന്ന ഒരു എൻവലപ്പ്, ബാക്ക് വീൽസ് എല്ലാം ഒട്ടിച്ചു കൊടുക്കുക. പരസ്പരം ഇളകി പോകാത്ത രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഒട്ടിക്കുക. സോ ഇനി നമ്മൾ നമ്മുടെ ബൈക്കിൻ്റെ ഫ്രണ്ട് പോർഷനും സെക്കൻഡ് പോർഷനും ഇപ്പോൾ കാണിക്കുന്ന സ്ഥലത്തുനിന്ന് പശ തേച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൈക്കിൻ്റെ ഒരു ഫിഗർ റെഡി ആയിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ കാണിച്ച 2 പോർഷൻസ് പരസ്പരം ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബൈക്കിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് മനസ്സിലാവും. ആൻഡ് ഈ സ്ട്രക്ചറിൽ നമുക്ക് വേണമെങ്കിൽ പെയിൻ്റ് അടിക്കാം. ഇപ്പോൾ പെയിൻറ്റും കൂടെ അടിച്ച്, അതായത് ഞാനിപ്പോൾ ബ്ലാക്ക് പെയിൻറ്റ് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു മെറ്റാലിക് കളറിലുള്ള ഒരു ഷെയ്ഡും കൂടെ കൊടുത്തിട്ടുണ്ട്. അതോടെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ബൈക്ക് റെഡി. വളരെ സിമ്പിളായിട്ട് നമ്മുടെ സാധാ ന്യൂസ് പേപ്പേഴ്സും കുറച്ച് പശയും പിന്നെ കുറച്ച് പെയിൻറ്റും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് നല്ല സ്റ്റൈലായിട്ട് ഒരു ബൈക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ പ്ലീസ് ഡു ട്രൈ ആൻഡ് ഷെയർ വിത്ത് മീ മൈ ഇൻസ്റ്റഗ്രാം.